എന്നോടൊപ്പം ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ മുൻ KCA സെക്രട്ടറി ഡോക്ടർ N. അജിത് കുമാർ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ അജിത് കുമാർ, എന്താണെങ്കിലും വെരി സോറി, രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് ലേറ്റായി ഉറങ്ങിയെന്നറിയാം. എങ്കിൽ പോലും ഈ ക്രിക്കറ്റിന്റെ സന്തോഷത്തിൽ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷം ഈ രാവിലെ തത്സമയം ചേരുന്നതിന്. ഡോക്ടർ അജിത് കുമാർ, ഈ 171 എന്ന ടോട്ടൽ പടുത്തുയർത്തുന്നു. 172 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലാല് സൂചിപ്പിച്ചു പോലെ ഇത്രമാത്രം പെട്ടെന്ന് ഇങ്ങനെ കീഴടങ്ങുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലുമില്ല. കാരണം ബട്ട്ലറിന്റെ തുടക്കം ഗംഭീരായിരുന്നു. ഞാൻ പേടിച്ചുപോയി. കാരണം എനിക്ക് വീണ്ടും പഴയ കഴിഞ്ഞ 2022 ഫൈനലാണ് ഓർമ്മ വന്നത്. ബട്ട്ലറും അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജെയ്സൺ റോയ് ആയിരുന്നു. ഇന്ന് ഇത്തവണ സോൾട്ട് അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. നമുക്ക് കണ്ടതാണല്ലോ സോൾട്ട് IPL KKR വേണ്ടി കളിച്ച ഇന്നിങ്സുകൾക്കൊന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പം ബട്ട്ലറിന്റെ ആ തുടക്കം കണ്ടപ്പം പറയുമ്പോഴേക്കും സ്കോർ 34. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ തവണത്തെ അതേ ഒരു റിപ്പീറ്റ് ആവാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് രോഹിത് ശർമ്മയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അക്ഷർ പട്ടേലിനെ ആ പവർ പ്ലേയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബട്ട്ലറിന്റെ വിക്കറ്റ്. ഞാൻ പറഞ്ഞത് ഇന്നലത്തെ മത്സരം മാറ്റിയത് ബട്ട്ലറിന്റെ ആ ഒരു വിക്കറ്റാണ്. ബട്ട്ലർ 34 for 1 ആയപ്പം പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. കാരണം ബട്ട്ലറിലായിരുന്നു അവര് കംപ്ലീറ്റ് എല്ലാവരുടെയും അവരെ പ്രതീക്ഷ. പറയുമ്പോഴേക്കും പിന്നെ ബുംറ വന്നിട്ട് സോൾട്ടിനെ എടുത്തു. 2 വിക്കറ്റ് പെട്ടെന്നായി. ബേഴ്സ്റ്റോവും അക്ഷർ പട്ടേൽ എടുത്തതോടെ പിന്നെ അവിടെ ഒരു ഡിസറേ എന്നൊരു തോന്നല. കാരണം ബേഴ്സ്റ്റോ 0-ലാണ് പോകുന്നത്. അതോടെ ആ ഒരു ഡിസറേ, ആ അക്ഷർ പട്ടേലിന് ആ സ്പെല്ലുണ്ടല്ലോ, 3 വിക്കറ്റ്സ് പുള്ളി എടുത്ത അത് 3 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലിവിങ്സ്റ്റൺ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശരിക്കും ഇംഗ്ലണ്ട് സറണ്ടർ ചെയ്ത് പോലെ എനിക്ക് തോന്നിയത്. ആകെ ബ്രുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഒരു 25 റൺ എടുത്തു. ബ്രുക്കിന്റെ നല്ല ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ബ്രുക്കിന്റെ ഇന്നിങ്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ 25 പറയത്തക്ക ആ ഒരു യൂഷ്വൽ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സിലേക്ക് പോകും തോന്നിയിരുന്നില്ല. ഏത് സമയത്തുമാണ് കുൽദീപിന്റെ ബോൾ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മള് ആ ഒരു മൊമെന്റം ഇംഗ്ലണ്ടിന്റെ തുടക്കത്തിൽ ബട്ട്ലർ ക്രിയേറ്റ് ചെയ്ത മൊമെന്റം പെട്ടെന്ന് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ ഈ കുൽദീപും അക്സറും വന്നിട്ട് ആ 6 വിക്കറ്റും ബുംറ നേരത്തെ ഒരു വിക്കറ്റ് എടുത്ത് പെട്ടെന്ന് അവർ 7 വിക്കറ്റ്സ് ആയി. 63 70 7 വിക്കറ്റ്സ് ആയപ്പോഴും പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആർച്ചർ അവസാനം കുറച്ച് സ്കോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. 103 ഓൾ ഔട്ട് ആവുന്ന ഞാൻ ഒരിക്കലും ഒരു സെമിഫൈനൽ മത്സരം, അത് പ്രത്യേകിച്ച് ഇത്രയും ഒരു വലിയ സ്റ്റേജ്, ഇത്രയും ലോകകപ്പ് സെമിഫൈനൽ, ഇത്രയും വലിയൊരു സ്റ്റേജില് ഇംഗ്ലണ്ട് 103 ഞാൻ പറഞ്ഞത് വിക്ടറി ആയിരുന്നു. ഇറ്റ് വാസ് എ സറണ്ടർ. ഇന്ത്യൻ ബോളിങ്ങിനോട് ഒരു സറണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. ബോളേഴ്സിന്റെ കൺസിസ്റ്റൻസി, വീണ്ടും ബുംറ വന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കുന്നത്, അതായത് എനിക്ക് ഇന്നലെ രോഹിത്തിന്റെ ജയായിരുന്നു. ഒന്ന്, അദ്ദേഹം അസലായിട്ട് ബാറ്റിംഗ് ചെയ്തു. ക്യാപ്റ്റൻസി വാസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഒരു പീക്കിലായിരുന്നു. കൃത്യമായിട്ട് ആ ബോളിംഗ് ചേഞ്ചസ്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ തോന്നാറുണ്ട് ബോളിംഗ് ചേഞ്ചസിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോന്ന്. പക്ഷെ ഇന്നലെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വെൽ സപ്പോർട്ടഡ് ബൈ ദ ബോളേഴ്സ്. ഈ ബോളേഴ്സിന്റെ ആ സപ്പോർട്ട്, കാരണം എല്ലാവർക്കും ജസ്റ്റ് ഒരു 1 point അജണ്ടയാണ്. ഇന്ത്യ ഹാസ് ടു വിൻ. ആൻഡ് 171, താങ്കള് ശ്രീ ലല്ലുവിനോട് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. 171 എന്നൊരു സ്കോർ ഹൈ ആയിരുന്നോ അല്ലെങ്കിൽ ലോ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പം ഗയാനയില് ആക്ച്വലി 160 പാർ സ്കോർ. അത് തുടക്കത്തിൽ തന്നെ ഗവസ്കറൊക്കെ പറഞ്ഞിരുന്നു 160 പാർ സ്കോർ. അവര് 200 ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. അവർ 170 എന്ന് എത്തിയാൽ തന്നെ ഇറ്റ് വിൽ ബി എ ഗുഡ് സ്കോർ. 170 എത്തിയപ്പോ തന്നെ നമ്മൾ കണ്ടല്ലോ, കേട്ട് അവരുടെ എക്സ്പേർട്സിന്റെ കമന്റ്സ് പറഞ്ഞപ്പോ 170 ഈസ് എ ഗുഡ് സ്കോർ ഓൺ ദ ഗയാന വിക്കറ്റ്. അപ്പൊ ഇങ്ങനെ ഭാഗ്യത്തിന് മഴ കംപ്ലീറ്റ്ലി മാറി. നല്ല അറ്റ്മോസ്ഫിയറിലാണ് ഇവർ കളിച്ചത്. ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. അവിടെ ശരിക്കും ആ വെയിലും കൃത്യതയോടെ നമ്മുടെ ബോളേഴ്സിനെ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു എളുപ്പമൊക്കെ മാറിക്കിട്ടി. ഫീൽഡിങ്ങും കുറച്ചുകൂടി എളുപ്പമായി. എല്ലാ വിധത്തിലും കൃത്യതയോടെ നാം പറയാം ഇംഗ്ലണ്ടിന് ആ മഴയുടെ ഇമ്പാക്റ്റും ഒക്കെ അവര് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്ത്യ ബോൾ ചെയ്യാൻ വന്നപ്പോഴേക്കും
കാര്യങ്ങൾക്ക് email പറഞ്ഞു, അല്ലേ? ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാക്ട്ലി അത്തരത്തിൽ കാര്യങ്ങളുണ്ട്. ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം ഞാൻ പി ബാലചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്.